ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ഒരു പുതിയ യൂട്യൂബ് ചാനലാണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ ഇന്ന് മാർക്കറ്റിൽ കുറച്ച് സാധനമൊക്കെ മേടിക്കാൻ പോയപ്പോഴത്തേക്കും അവിടെ നല്ല പഴമൊക്കെ ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ ഞാൻ ആദ്യമേ വിചാരിച്ച് മക്കൾക്ക് പുഴുങ്ങി കൊടുക്കാമെന്ന്, അങ്ങനെ വാങ്ങിയതാണ്. പിന്നെ ഞാൻ വീട്ടിൽ വന്നപ്പോൾ നോക്കിയപ്പോഴത്തേക്കും മൈദയും എണ്ണയെല്ലാം ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ ഇന്ന് പഴംപൊരി ഉണ്ടാക്കി കൊടുക്കാമെന്ന്. എൻ്റെ മക്കൾക്കാണെങ്കിൽ ഇങ്ങനെ എണ്ണയിലൊക്കെ വറുത്തതും പൊരിച്ചതാണ് ഭയങ്കര ഇഷ്ടമാണ്. അല്ലാത്ത ഒരു സാധനം കഴിക്കില്ല കേട്ടോ. അപ്പോൾ മക്കളുടെ സന്തോഷമാണല്ലോ നമ്മുടെ സന്തോഷം. അപ്പോൾ ഇതൊക്കെ കഴിക്കുകയാണെങ്കിൽ അവരുടെ വയറൊക്കെ നിറഞ്ഞിരിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. അതുകൊണ്ട് കുറച്ച് പഴംപൊരിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, എങ്കിലും നമ്മുടെ ഒരു വീഡിയോ ഇവിടെ കിടന്നോട്ടെ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് മൈദ മാവ് എടുത്തിട്ട് അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുകയാണ്. പിന്നെ ഇച്ചിരി പഞ്ചസാര ഇട്ട് കൊടുത്തു, കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. എള്ളിടണം എന്നൊക്കെ ഓർത്തിരുന്നേ. അപ്പോൾ വീട്ടിലിരുന്ന് എള്ളാണെങ്കിൽ പൂത്തുപോയി. അപ്പോൾ വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പിന്നെ എള്ളിനെ അങ്ങോട്ട് ഒഴിവാക്കി കേട്ടോ. എള്ളൊക്കെ ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി സുന്ദരിയായിരിക്കും നമ്മുടെ പഴംപൊരി. എന്നിട്ട് ഞാൻ സ്റ്റൗവൊക്കെ കത്തിക്കുന്നുണ്ട്. ഇതുപോലത്തെ പാത്രമൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അധികം എണ്ണ കുടിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും ഇത് കൂട്ട് പാത്രത്തിലാണ് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ പാത്രം നന്നായിട്ട് ചൂടാകുമ്പോഴത്തേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാവേ. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ആട്ടിച്ച എണ്ണയാണ്. അപ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ ഒന്ന് ചൂടാവട്ടെ. എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓരോ പഴമൊക്കെ മുക്കിയിട്ട് ഈ എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു 5-6 വെച്ച് ഇടാം കേട്ടോ. അത്ര സ്ഥലമുണ്ട്. അപ്പോൾ നമ്മുടെ പണിയും കൂടി എളുപ്പം കഴിയുമല്ലോ. അപ്പോൾ അത് ഞാനൊരു 3-4 ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ നമുക്ക് ഇതിട്ടിട്ട് വേറെ പണിക്കൊക്കെ പോകാമല്ലോ. ഞാനൊന്ന് പോയി അടിച്ചൊക്കെ വാരിയിട്ട് വന്നതാണ്. എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ആ എള്ളില്ലാത്തതിൻ്റെ ഒരു ഭംഗിക്കുറവുണ്ട് കേട്ടോ. എള്ളും കൂടി ഇടാൻ നല്ല ഭംഗിയായിരുന്നു. ഇപ്പോൾ എള്ളില്ലാത്തതുകൊണ്ടാണ്. എന്നിട്ട് ഞാൻ പിന്നെ അടിച്ചൊക്കെ വാരി ബാക്കിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് സംഭവം സെറ്റായിട്ടുണ്ട്. നമ്മൾക്കൊന്ന് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എന്താണ്, നമുക്ക് നമ്മുടെ മക്കളെ സ്കൂളിൽ പോയിട്ട് വരുമ്പോഴത്തേക്കും ഒന്ന് ഞെട്ടിക്കാം അല്ലേ. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഞാൻ കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടിഷ്യൂ പേപ്പറിലേക്ക് ഇടാവേ. അതാകുമ്പോൾ എണ്ണയൊക്കെ അങ്ങ് വലിച്ചോളും. ഇനി നമുക്ക് പോയിട്ട് ബാക്കിയുള്ളതൊന്നും കൂടി ഇങ്ങനെ മുക്കി പൊരിച്ച് എടുക്കാം കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ട്രിപ്പ് ഞാൻ വറുത്ത് എടുത്തിട്ടുണ്ട്. നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു കട്ടൻ ചായ കൂടി കൊടുത്തു കേട്ടോ. അലങ്കാരത്തിന് ഒരു കുറവും വേണ്ട. അപ്പോൾ ഇതാണ് നമ്മുടെ മക്കൾക്ക് നമ്മളിന്ന് വൈകുന്നേരം കൊടുക്കുന്ന ഈവനിങ് സ്നാക്ക് കേട്ടോ. അപ്പോൾ ഞാനൊരെണ്ണം കഴിച്ച് നോക്കട്ടെ. നല്ല മധുരമുള്ള പഴമായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ പഞ്ചസാരയൊക്കെ കുറച്ചിട്ടത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാനൊരെണ്ണം കഴിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. നന്നായിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സംഭവമൊക്കെ അടിപൊളിയാണ്. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊക്കെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഞാനും മക്കളൊക്കെ പോയി കഴിക്കട്ടെ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.